ഹലോ ഹലോ ആ പുഷ്പയുടെ ഗോഡൗണല്ലേ? അതെ പുഷ്പയുടെ ഗോഡൗണാണ്. ആ നാളെ കുറച്ച് ചന്ദനം വേണമായിരുന്നു. ചന്ദനോ? ഒരു കാര്യം ചെയ്, വെളുപ്പിന് ഒരു 4:30 മണിക്ക് ഉറക്കം ഒഴിക്കണം. 3:30 എണീറ്റേക്കാം. ഒന്ന് കുളിക്കണം. 2 തവണ കുളിക്കും, തണുപ്പാന്നേലും. എന്നിട്ട് ഏറ്റവും അടുത്തുള്ള ഏതെങ്കിലും അമ്പലത്തിൽ പോടാ, ചന്ദനം കിട്ടും. എന്നിട്ട് നാട്ടു നടപ്പനുസരിച്ച് ആ പോറ്റിക്ക് ഒരു 10 രൂപ അങ്ങ് കൊടുത്തേരാ. എടാ വേട്ടാവളിയാ, രക്തചന്ദനം 1 ലോഡ് വേണമെന്നാ പറഞ്ഞ നാളെ. 1 ലോഡ് ചന്ദനോ? പുഷ്പണ്ണ പുഷ്പണ്ണ ഒരു കോളുണ്ടെണ്ണ. കോളുണ്ട്, എടുത്തിട്ട് ഞാനില്ലെന്ന് പറയടാ. ഓ എന്റെ പൊന്നെ, ഇങ്ങോട്ട് കേറി വാണ. കണ്ണിൽ കർപ്പൂര ദീപമോ ശ്രീവള്ളി വാക്കിൽ കല്യാണി രാഗമോ. കണ്ണിൽ കർപ്പൂര ദീപമോ ശ്രീവള്ളി വാക്കിൽ. എന്റെ ദൈവമേ, റൈറ്റ്സ് ഇല്ലാത്ത സിനിമയൊക്കെ എടുത്ത് സ്കൂൾ പഠിച്ച് പാലും മനുഷ്യൻ ഡൂപ്പാട് തല്ലി കേട്ടോ. പുഷ്പ പുഷ്പരാജ് താഴത്തില്ലടാ. എന്നാ ഈ ഡയലോഗ് പറഞ്ഞോണ്ട് കൊള്ളാം. ഇല്ലെങ്കിൽ ഞാൻ വിചാരിച്ച ആട് ജീവിതത്തിലെ പൃഥ്വിരാജ് വന്നിരിക്കണം. പിന്നെ ഈ ചെരുപ്പ് ഇങ്ങനെ ഇട്ട് ഒരച്ചൊരച്ചൊരച്ച് ഈ മാസം 16 ചെരുപ്പായി കേട്ടോ. ഈ കാര്യത്തിൽ എന്റെ ഭാര്യ സെക്കൻഡാ. അപ്പൊ നിന്റെ ഭാര്യ ഇങ്ങനെ ഒരച്ചൊരച്ചാ നടക്കുന്നത്? അല്ലല്ലേ, അവക്ക് ആക്റ്റീവ് ഉണ്ട്. അവളിങ്ങനെ ഒരച്ചൊരച്ചാ ഓട്ടിക്കുന്നേ. പുഷ്പരാജ് താഴത്തില്ലടാ. ഒരു കോളുണ്ട്. എന്തോ കോള്? 1 ലോഡ് രക്തചന്ദനം കൊടുക്കണം ഒരാൾക്ക്. നീ അങ്ങ് ഏറ്റോ? ഞാൻ ഏറ്റല്ലോ. എന്നാ പൂക്കത്തോളം ഇരിക്കുന്നു ഇവിടെ? നീ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ടോ ഇവിടെ? അപ്പൊ ഈ കാണുന്നതൊക്കെ എടാ അത് 350 രൂപ. അപ്പൊ അത് വാങ്ങുന്നവന് ഭയങ്കര ലാഭമല്ലേ അണ്ണാ? എടാ ഇറക്കാൻ 350 രൂപ കൊടുത്ത് ഫ്ലക്സ് അടിച്ച് വെച്ചേക്ക് വന്നു. പഴയ പ്രൗഢി കാത്ത് സൂക്ഷിക്കണ്ടേ എനിക്ക്? ആണ്ടടാ ഉടനെ ഓർഡറും തെറ്റി. എടാ അല്ലെങ്കിൽ തന്നെ ഇവിടെ ചന്ദനം വെട്ടാൻ ആരാലും ഉണ്ടോ? ഞാൻ ഈ ചരിഞ്ഞ തോളും കൊണ്ട് കിണക്കാന്ന് പറഞ്ഞ് എനിക്ക് പറ്റുമോ മരത്തെ കയറാൻ? നിന്നോട് പറഞ്ഞാ നീ വെട്ടുമോ? എന്തിന്? ഇന്നലെ ഇത്ര വെള്ളം ചൂടാക്കാൻ ഇത്ര ഉണക്കച്ചുള്ളി ഓടിച്ചോണ്ട് താടാന്ന് പറഞ്ഞപ്പോ നീ എന്തുവാ പറഞ്ഞേ? ഈ പാൻറ്റൂര് കത്തിക്കാൻ. വെള്ളത്തിൽ മുക്കിയാ നനയാത്ത എന്റെ പാന്റ് കത്തിക്കാൻ പറയുന്നത് ഇല്ലോടാ. എനിക്ക് വയ്യ, എനിക്ക് വയ്യ. ഇത് നടത്തി ഞാൻ അണ്ണാ ഇങ്ങനെ നടന്ന് കരയല്ലേ അണ്ണാ? എന്നാ ഇങ്ങനെ കിടന്ന് കരയാ? നന്നായിരിക്കുന്നു. അണ്ണനെ കൊണ്ട് ഈ മോശം ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. പറ്റത്തില്ലയോ? പറ്റത്തില്ല. എടാ പറ്റത്തില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ എന്തായാലും ഈ ചന്ദനത്തിന്റെ പരിപാടി നടത്തുന്ന ആളാണല്ലോ. അതെ. ഒരു കാട്ടിൽ കുറച്ച് രക്തചന്ദനം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. നാളെ രാവിലെ ഞാനത് വെട്ടാൻ തീരുമാനിച്ചു. ഓക്കെ. അപ്പൊ 10 മണിയാകുമ്പം നീ എന്നെ സ്പോട്ടിൽ എത്തിക്കണം. ഹോട്ടലിൽ കൊണ്ടുവയ്ക്കാൻ നിങ്ങളെന്താ തത്തക്കുഞ്ഞു? അടിപൊളിടാ, കിടുക്ക സാധനം. ഈ തത്ത കൗണ്ടറിന് വേണ്ടി നീ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നില്ലയോ? ആ ചന്ദന മരത്തിന്റെ സ്പോട്ടിൽ എന്നെ കൊണ്ടുപോകണമെന്ന് രാവിലെ 10 മണിക്ക്. അണ്ണൻ ചന്ദനം വെട്ടാൻ തീരുമാനിച്ചു. ഓക്കെ. അപ്പോ ബെസ്റ്റ് ഓഫ് ലക്ക്. ബസ് സ്റ്റോപ്പിൽ വിട്ടാ പോരാ, എന്നെ ചന്ദന മരത്തിന്റെ സ്പോട്ടിൽ കൊണ്ടുവരണം. എന്റെ തത്തേരെ മുകളിൽ നിൽക്കുന്നുണ്ട്. പോലീസ് വരണമെന്നാണ് തോന്നുന്നത്. പോലീസോ? ഓ എടാ, പുഷ്പയുടെ ഗോഡൌണിൽ കയറാൻ ധൈര്യമുള്ള പോലീസ് ആരാന്ന് എനിക്കൊന്ന് കാണണം. നീ ഇവിടെ ഇപ്പൊ വരാം. കണ്ണിൽ കർപ്പൂര ദീപമോ. പരിപാടിയല്ല. ഇങ്ങോട്ട് വരാൻ. അങ്ങോട്ട് വന്നാൽ പിന്നെ ചെരുപ്പ് ചെയ്യുന്നു. പിന്നെ പുതിയ ചെരുപ്പല്ലേ തേഞ്ഞാഞ്ഞ് തീരാറായി. ഇങ്ങോട്ട് വരുവാ. മൂത്രം ഒഴിച്ചിട്ട് വരാം. ഇനി എന്നെ ഒറ്റയ്ക്കാക്കാൻ ഞാൻ എറിഞ്ഞാളിയുടെ ഇവിടെ വന്നേ. ഇവിടെ വാ. എന്ത് സാറേ വന്നിട്ടൊന്നും മിണ്ടാ നിൽക്കണേ? ഇത് എന്റെ മ്യൂസിക് അല്ല അല്ലേ? എന്റെ മ്യൂസിക് വേറെ മ്യൂസിക്കാണ്. വേറെ അടുത്തിന്റെ മ്യൂസിക് കയറി ഒരു ചമ്മല്. ഓ അങ്ങനെയാണ്. ഓ അങ്ങനെ. സാറിന് മ്യൂസിക് എങ്കിലും ഉണ്ടായിരുന്നു, എനിക്ക് അതുപോലും ഇല്ലായിരുന്നു. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. എത്ര രൂപയ്ക്കാണെ കൊടുക്കും? എന്തോന്ന്? ഈ കാനായ കുഞ്ഞിരാമന്റെ പ്രതിമ. അയ്യോ, ഇത് കുഞ്ഞിരാമന്റെ പ്രതിമയല്ല. പിന്നെ ഇതാണ് എന്റെ പുഷ്പണ്ണൻ. ഓ ചെക്ക് ചെയ്യടാ. പോകരുത് പോലെ ഒരു ഹാൻസ് മാത്രമേ ഉള്ളൂ. അതൊക്കെ പറ. ചുണ്ടും കൊണ്ട് ഇപ്പൊ വരും. ആര്? അണ്ണാ ചെക്ക് ചെയ്തു. ഓൾ ക്ലിയർ. ഓള് ക്ലിയർ ആണെങ്കിൽ നമ്മളും ക്ലിയർ. ആണ്ട്രാ ഒറ്റയടിക്കതോ മലപ്പുറത്ത് പോയി നിൽക്കുന്നു. രക്ഷപ്പെടാനുള്ള പരിപാടിയാണെങ്കിൽ ഞാൻ സ്വഭാവം മാറുക. മര്യാദയ്ക്ക് പുഷ്പ എണ്ണാറ്റുന്നില്ലേ? ഈ പുഷ്പയുടെ ഗോഡൌണിൽ കയറാൻ മാത്രം യൂണിഫോം ഇട്ട ഒരാളും ഇവിടെ ഉണ്ടായിട്ടില്ല. അയ്യോ, ഇതാണ് പുഷ്പയുടെ സൗണ്ട്? ഇതല്ല പുഷ്പയുടെ സൗണ്ട്. എടാ, ഇത് ടെലികാസ്റ്റ് സമയത്ത് ജിസ്റ്റോയ് വന്ന് ഡബ്ബി. നിനക്ക് വീട്ടിൽ ഇരുന്ന് കണ്ടു സൂഹിക്കാം കേട്ടോ. ആരാടാ നീ? ചോദിച്ചല്ലേ മറുപടി പറ. ബൻവർ സിംഗ് ശിഖാവത്ത്. എന്റെ ദൈവമേ, കുഞ്ഞുനാള് TV കണ്ടിട്ടേ ഉള്ളൂ. ഇത്ര പെട്ടെന്ന് നേരിട്ട് കാണുമെന്ന് വിചാരിച്ചില്ലേ കേട്ടോ. എന്തോന്ന്? ഡെൻവർ ദി ലാസ്റ്റ് ഡൈനോസർ. അത് പഴയ കാർട്ടൂൺ. പിന്നെ ഞാൻ ബൻവർ സിംഗ് ശിഖാവത്ത് SP. ഇന്നലെ ചാർജ് എടുത്തു. എന്താണ്? ഇന്നലെ ചാർജ് എടുത്തു. ആട്ട കിടക്കുന്നു. ചുമ്മാതല്ല. എടാ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ 2-3 ദിവസം കൊണ്ട് എന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആന്ന്. ചാർജർ തപ്പിട്ട് കണ്ടില്ല. ഇവൻ എടുത്തതാന്ന്. ഹലോ, ചാർജ് എടുത്തെന്നല്ല പറഞ്ഞത്. പിന്നെ ചാർജ് എടുത്തു. ചാർജ് എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എവനിട്ടൊരെണ്ണം കൊടുക്കണം.
തെലുങ്ക് സിനിമയാണ് ഉമ്മനായിരിക്കും. മിസ്റ്റർ എസ് പി, പുഷ്പയുടെ ഗോഡൌണിൽ വന്ന് പുഷ്പയുടെ ആളെ തല്ലിയ നിന്നെ ഇനി ജീവനോടെ വിടണോ എന്ന് പുഷ്പ തീരുമാനിക്കും. പുഷ്പ തീരുമാനിക്കും. കേശവ, കര കുളം കര കുളം കുളം കര കുളം. എന്താ കാണിക്കുക? ഈ കുളങ്കര കളിക്കാനല്ലേ നിങ്ങൾ വേണ്ടടാ. അത് കേട്ടിട്ടോ രശ്മി നിന്ന് തുള്ളുന്ന തുള്ളക്കം കണ്ടു. വീട്ടിൽ നിന്ന് വരുവാന്നോ? എന്താ ചെറുക്കം ബബിൾക്കം തിന്നിട്ട് ഒട്ടിച്ച് വെച്ചേക്കുന്നു. ബബിൾക്കം നിന്നല്ലെന്ന് ഞാൻ ബ്രേക്ക് ചെയ്യാൻ പറഞ്ഞപ്പോ മറ്റേ പോലീസുകാരെ കൊണ്ട് ബ്രേക്ക് ഇടിച്ചു. മിസ്റ്റർ പുഷ്പ, എന്തുവാ എസ് പി? നിങ്ങൾ ഇതൊക്കെ നിർത്തണം. അതൊന്നും അങ്ങനെ നിർത്താൻ പറ്റത്തില്ല. ഇതിന് കുറച്ച് കമ്മിറ്റ്മെന്റ് ഉണ്ട് ഞങ്ങൾക്ക്. ഞങ്ങൾ കുറെ പേർക്ക് ഈ സാമാനമൊക്കെ കൊടുക്കുക, അവർക്കുമായിട്ട് ഡീലിംഗ് ഉണ്ട് ഞങ്ങൾക്ക്. അങ്ങനെ നിർത്താൻ പറ്റത്തില്ല ഇത്. മിസ്റ്റർ പുഷ്പ, ആ പുറത്ത് നിൽക്കുന്നവനെ കണ്ടോ? രാവിലെ പൊക്കിയതാ. ഇരിഞ്ചയം മധു, ചെല്ലാങ്കോട് സുനി, ഇവരെയൊക്കെ ഞാൻ ഒതുക്കിയിട്ടുണ്ട്. കേശവ, പാപ്പനംകോട് സിന്ധു, പാറശാല തങ്കം, കിളിമാനൂർ ഇന്ദു, ഇവരെല്ലാം ആശാൻ ഒതുക്കിയിട്ടുണ്ട്. ചെലവനും കൊടുക്കും. എന്തുകൂടാ പറയുന്ന? എന്റെ ഭാര്യ കേട്ട് കഴിഞ്ഞ ആകെ ചുമ്മാ പറഞ്ഞ അങ്ങനെ സംഭവമൊന്നുമില്ല. മിസ്റ്റർ പുഷ്പ, എന്തുവാ? നിങ്ങളുടെ ചരക്ക് എന്റെ കസ്റ്റഡിയിലുണ്ട്. മിസ്റ്റർ എസ് പി, ഈ പുഷ്പയെ പിടിക്കാനൊന്നും അങ്ങനെ പറ്റത്തില്ല. പുഷ്പയ്ക്ക് സിൻഡിക്കേറ്റിന്റെ ബലമുണ്ട്. മിസ്റ്റർ പുഷ്പ, നിങ്ങൾ സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് നീങ്ങാം. അതല്ലെങ്കിൽ എന്റെ കടുത്ത ശിക്ഷകൾ നിങ്ങൾ സ്വീകരിക്കേണ്ടി വരും. എന്റെ ഏത് ശിക്ഷാ രീതിയും അണ്ണൻ താങ്ങും. ഇടുക്കാച്ചേരി താങ്ങും. ഉറപ്പാണോ? പിന്നെന്ത്? എന്നാ പിടിച്ചോ. അയ്യോ, റിഫ്ലക്ടർ. അയ്യോ, റിഫ്ലക്ട് ചെയ്യുന്നു. ഒരിക്കലും ഇത് ചെയ്യരുത്. നിർത്ത് എസ് പി, പ്ലീസ്. ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. ആരോടും ചെയ്യരുത്. നിർത്ത്, നിർത്ത്, പ്ലീസ്. ഇങ്ങനെ ചെയ്യരുത്. എന്നെ താക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അവിടെ അല്ല, കണ്ണും പോയി. എന്റെ പൊന്നു കൂട്ടുകാരെ, ഇവിടെ ചന്ദനം പരിപാടി ഒന്നുമില്ല. നിങ്ങൾക്കൊന്ന് പോകാൻ പോകും. എങ്ങനെ പോവും? നിന്നെ ജീവനോടെ പിടിച്ചു കൊടുത്താൽ 40 ലക്ഷം, നിന്നെ കൊന്നിട്ടാണ് 20 ലക്ഷം. അതും കൊണ്ടേ ഞാൻ ഇവിടുന്ന് പോകും. എങ്ങനെ കൊണ്ടുപോകും? ഇവിടെ തൊണ്ടിയൊന്നുമില്ല. പിന്നെ നിങ്ങളൊക്കെ പിടിക്കാനൊന്നും പറ്റത്തില്ല. എന്നെ ആര് പറഞ്ഞു കൊണ്ടില്ലാന്ന്? ഇവിടെ രക്തം ഉണ്ട് സാറേ. എവിടെ ഇരിക്കുന്നു? 40 ലക്ഷം കിട്ടിയാ ഞാൻ ഒറ്റു. എടാ കേശവ, നീ ആവശ്യമില്ലാതെ പറയും. ഇവിടെ രക്തം സാറേ, ഇവിടെ രക്തം ഉണ്ട് സാറേ. 40 ലക്ഷം. നീ അത് സാധനം കൊണ്ടുപോയി 40 ലക്ഷം രൂപ. ഇവിടെ ഇരിക്കുന്നു, ഞാൻ കാണിച്ചു തരാന്നേ. ഇരിക്കുന്നു. അയ്യോ, ഇത് രക്തചന്ദ്രനൊന്നുമല്ല. ഇത് സാധാ ചന്ദനം. പോടാ. രക്തചന്ദ്രൻ സാറേ. ഇല്ല, ഇത് സാധാ ചന്ദനമാണ്. ആവശ്യമില്ല. എന്റെ 40 ലക്ഷങ്ങളെ നീ പൈസ കിട്ടുമെന്ന് പറയുമ്പോ എന്നെ ഒത്തുകൂടാ. ഈ ചെറുക്കന്റെ കാര്യം നോക്കം വെച്ചോ, തെളിയിക്കാൻ നോക്കട്ടെ. എന്നെ അറസ്റ്റ് ചെയ്തു. അതെന്തിന്? ഇവിടെ രക്തചന്ദനം ഇല്ലെന്നല്ലേ ഞാൻ ആദ്യം പറഞ്ഞത്. പക്ഷെ ഇപ്പൊ ഇവിടെ രക്തചന്ദനം ഉണ്ട്. എവിടെ? ഇതെന്റെ രക്തം, ഇത് ചന്ദനം. പുഷ്പ താഴ്ന്നു പോയടാ.